ക്ഷമിക്കണം, ഈ ഇവിടെ എൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴേ ഈ എനിക്ക് നിങ്ങളെ ലൈക്ക് ചെയ്യുന്നതോ പറയുന്നതോ എനിക്ക് കാണാനൊരു അവസരമില്ല. കാരണം എൻ്റെ ഇവിടെ റേഞ്ചില്ല. ഞാനിപ്പോ എൻ്റെ ഫ്രണ്ട് സൂര്യസത്യന്റെ വീട്ടിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ലൈവായിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. പക്ഷെ എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറയുന്നൊന്നും ഞാൻ നിങ്ങൾക്ക് നിർബന്ധമായും നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ ഞാൻ ഇതിനെ മറുപടിയൊക്കെ തരുന്നതാണ്. ഇന്ന് ക്ഷമിക്കണം. ഇന്ന് നിങ്ങൾ പറയുന്നപ്പോ ഇടയ്ക്ക് പാട്ട് പാടാനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനൊരു പാട്ടിപ്പോ പാടാം. എന്താ മനറ് കിളിമകൾ പാടിയ രാമായണത്തിലെ ഇളമുറത്തമ്പുരാട്ടി ഇളമുറത്തമ്പുരാട്ടി കിളിമകൾ പാടിയ രാമായണത്തിലെ ഇളമുറത്തമ്പുരാട്ടി ഇളമുറത്തമ്പുരാട്ടി കിളിമകൾ പാടിയ രാമായണത്തിലെ ഇളമുറത്തമ്പുരാട്ടി ഇളമുറത്തമ്പുരാട്ടി പ്രിയതമൻ സൗമിത്രി തിരിയുമ്പോഴും വാക്ക് കിട്ടിയിട്ടല്ലോ. പ്രിയതമൻ സൗമിത്രി തിരിയുമ്പോഴും വാക്ക് കിട്ടിയിട്ടല്ലോ. കിളിമകൾ പാടിയ രാമായണത്തിലെ ഇളമുറത്തമ്പുരാട്ടി ഇളമുറത്തമ്പുരാട്ടി വിരചിച്ച വാൽമീകി പോലും മറന്നുമോ ദുഃഖം. വിരചിച്ച വാൽമീകി പോലും മറന്നുമോ വിരകിനി ദുഃഖം. വിളറിക്കൊഴിഞ്ഞ സ്വയംവരപ്പൂക്കളാൽ പൊത്തിയൂർ വിളത്തേ പൊത്തിയൂർ വിളത്തേങ്ങി ഒരുവർത്തു സന്യാത്ര ധർമ്മം അപരയ്ക്കു സഹിയാത്ത നിർമാടു ധർമ്മം. കിളിമകൾ പാടിയ രാമായണത്തിലെ ഇളമുറത്തമ്പുരാട്ടി ഇളമുറത്തമ്പുരാട്ടി. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ച ദീപം സന്ധ്യാദീപം എന്ന് പറയുന്ന നാടകത്തില് എൻ്റെ പ്രിയ സുഹൃത്ത് മധുവമ്പായ എഴുതി കരോളം ചന്ദ്രനന് വേണ്ടി ഞാൻ ചെയ്ത ഒരു പാട്ടാണ്. ഇപ്പോൾ നമ്മൾ വിഷയം രാജൻ മോഹൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ആദ്യമായി ഒരു അവാർഡ് കിട്ടി. അടുത്ത വർഷം കുരുത്തോല കൊണ്ടൊരു കൊട്ടാരം വരുന്നു. അപ്പൊ അതിലാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് പ്രദീപ് റോയിയൊക്കെ രാജ്മോഹന്റെ കൂടെ കൂടുന്നത്. അപ്പൊ ഇവിടുന്ന് ഇവരെല്ലാരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. നമുക്ക് രാജേട്ടൻ നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു ഇപ്പൊ രാജേട്ടന്റെ പോപ്പുലാരിറ്റി വെച്ച് നോക്കുമ്പോൾ രാജേട്ടൻ ഒരു നാടകം തുടങ്ങിയാൽ നല്ല വിജയമാവും. അപ്പൊ ഇവരെല്ലാരും കൂടെ നിർബന്ധം പിടിച്ചപ്പോൾ പറഞ്ഞാ എന്റെ കാശൊന്നും ഇല്ല, ഞാൻ വളരെ മോശം, സത്യം പറഞ്ഞാല് ഒരു വളരെ ദയനീയമായൊരു അവസ്ഥയിലാണ് രാജ്മോഹൻ ജീവിക്കുന്നത്. കാരണം ഈ ഞാൻ പറഞ്ഞ അച്ഛൻ ഉണ്ടാക്കിയിരുന്നൊരു വീടുണ്ടല്ലോ, ഗ്രില്ല്, സിത്താറും തബലയും മൃദംഗവും ഒക്കെ വെച്ചിട്ട് ഗ്രില്ലൊക്കെ വെച്ചുണ്ടാക്കിയ വീട് 85,000 രൂപയ്ക്ക് രാജ്മോഹൻ ഒരു അധ്യാപകന് വിറ്റിട്ട് വാടകയ്ക്കാണ് അപ്പൊ താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുന്ന സമയത്താണ് ഒരു 12 സെന്റ് സ്ഥലം കുറുപ്പംകുളങ്ങര മേടിക്കുകയും അവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി അങ്ങോട്ട് താമസം മാറി. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു നാടകം തുടങ്ങാം
എന്ന് നമ്മൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ പറയണം. അപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ പിന്നെ ആദ്യ നാടകം എന്ന് പറയുന്നത് ആദിത്യമംഗലം ആര്യവൈദ്യശാല എന്ന് പറയുന്നത് CK ശശി എഴുതി, രാജ്മോഹന്റെ സംവിധാനം, ഈ നമ്മുടെ ഞാറക്കൽ ജേക്കബ്, പിന്നെ രാജൻ കെ ദേവ്, പ്രദീപ് റോയ്. അപ്പൊ അന്ന് പ്രദീപ് റോയ് ആണ് അസിസ്റ്റ് ചെയ്യുന്നത് രാജൻ വിജയാണ്. ഇപ്പോ അന്ന് എനിക്ക് പ്രദീപ് റോയ് എന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇവരുടെ അപ്പൊ എന്റെ വിശ്വാസം രാജൻ കെ ദേവ് നാടകം തുടങ്ങുമെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു സംഗീതം ആലപ്പുഴശ്ശേരിക്കുമല്ലോ. അത് ഞാൻ വളരെ സന്തോഷിച്ചു. കാരണം എനിക്കൊരു വലിയ ഗ്രൂപ്പ് എനിക്ക് കിട്ടാൻ പോവാണ്. പക്ഷേ ഈ നാടകത്തിന്റെ നോട്ടീസ് പോലും കാണാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരിക്കൽ നോട്ടീസ് എന്റെ കൈ കിട്ടുമ്പോ വൈപ്പിൻ സുരേന്ദ്രൻ ആണ് അതിനകത്ത് സംഗീതം ചെയ്യുന്നത്. അപ്പോ ഞാനൊരു കുണ്ടറയുള്ള രാജൻ സാറിന്റെ ഒരു നാടകത്തിന്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നതിന് വേണ്ടി ഞാനും രാജൻ കുണ്ടറയും എല്ലാം കൂടെ ചേർത്തലയിൽ വന്നൊരു റൂം എടുത്ത് അവിടെ ഇങ്ങനെ തങ്ങുമ്പോൾ ഞങ്ങൾ തങ്ങുന്ന റൂമിന്റെ ഓപ്പോസിറ്റ് റൂമിലാണ് ജൂബിലി തിയേറ്റേഴ്സിന്റെ റൂം. ഒരു 10:30 മണി കഴിഞ്ഞപ്പോ ഒരു പാട്ടുമൊക്കെ പാടിക്കൊണ്ട് രാജ്മോഹൻ വരുന്നു. അവൻ നേരെ അകത്തോട്ട് കയറി കസേരയിലിട്ട് നേരെ അടുത്ത റൂമിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് തന്നെയാണ്. അനിമോനെ നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു ഒരു സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അത് ഇവിടെ ഒരു അബദ്ധം പറ്റിപ്പോയി. വൈപ്പിൽ സുരേന്ദ്രനെ കഴിഞ്ഞ വർഷം ഞാനൊരു ഇച്ചിരി പൈസ അഡ്വാൻസ് കൊടുത്തപ്പോ ആ അഡ്വാൻസ് തിരിച്ചു പിടിക്കാനായിട്ട് ഇപ്പൊ ഇതിനെ കൊണ്ട് വർക്ക് ചെയ്യലല്ലേ മാർഗമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ചെയ്യിച്ചാണ്. അപ്പൊ എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല. ഞാൻ അങ്ങനെ പരാതിപ്പെടുന്ന ഒരാളുമല്ല. അപ്പോ ആ സമയത്ത് ഈ സ്വന്തം നാടകം ഇറങ്ങി ആദിത്യമംഗലം ആര്യവൈദ്യശാല എന്ന് പറയുന്നത് CK ശശിയുടെ നാടകമാണ്. നമ്മുടെ നാഗേന്ദ്രനൊക്കെ കോമഡി നാഗേന്ദ്രനാണ് അഭിനയിക്കുന്നത്. ഈ എന്താ പറയുക ഇങ്ങനെ ചിരിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ കണ്ടിട്ട്. നമ്മൾ അവൻ നോക്കിയാൽ ചിരിക്കും. അത്ര മനോഹരമായ കോമഡികളാണ് അവൻ. അത് നാടകത്തിലുണ്ടോ ഇല്ലെന്നുള്ളതല്ല, പുള്ളി അത് കൈകാര്യം ചെയ്ത് അങ്ങനെ തമാശ ആക്കിയെടുക്കുന്നൊരു ആളായിരുന്നു നാഗേന്ദ്രൻ. അപ്പൊ പ്രദീപ് റോയും നാഗേന്ദ്രനും ഒക്കെ ഇവരുണ്ട്. അപ്പൊ ഞാനവിടെ ഇരിക്കുമ്പോ ഒരു ഷർട്ടൊന്നും ഇടാതെ നല്ല പൊക്കമുണ്ടായിട്ട് മെലിഞ്ഞ് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ നടന്ന് രാജ്മോന്റെ അടുത്ത് വന്നൊക്കെ പറയുന്നു. രാജ്മോൻ പറഞ്ഞ അനിമോനെ നിനക്ക് മനസ്സിലായത് ആരാണ്? അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവനാണ് ഇപ്പൊ എന്റെ അസിസ്റ്റന്റ് പ്രദീപ് റോയ്. ഓ അത് ശരി. അപ്പോ എടാ നീ ഇതിനകത്ത് എനിക്ക് നിന്നെ കൊണ്ട് ഞാൻ ഇതിനകത്ത് സംഗീതം ചെയ്തില്ലെന്ന് പറഞ്ഞ് നീ പിണങ്ങൊന്നും ചെയ്യരുത്. ഞാൻ വലിയ പിണങ്ങൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ അവിടെ ഒരു ചേർത്തല രചന എന്ന് പറഞ്ഞൊരു നാടക സമിതിയുടെ കർക്കിടകം എന്ന് പറഞ്ഞൊരു നാടകം. അപ്പൊ അത് KKR കായ്പുറത്തിന്റെ സ്ക്രിപ്റ്റാണ്. രാജൻ വിജയ് സംവിധാനം. നടരാജൻ എന്ന് പറഞ്ഞ് വാരനാട്ടുള്ളൊരു ഹാർമോണിസ്റ്റാണ് അതിന്റെ സംഗീതമൊക്കെ തെളിയിട്ടുള്ളത്. അപ്പൊ അത് ഓണത്തിന് 10 നാടകം കളിച്ചു. 10 നാടകം കളിച്ചു വന്നപ്പോ ഈ പ്രദീപ് റോയ്ക്ക് ഇതിന്റെ സംഗീതം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോ പ്രദീപ് റോയ് രാജൻ വിജയനോട് ചോദിച്ചു, അല്ല രാജേട്ടാ, നമുക്ക് ഇതിന്റെ നാടകത്തിന്റെ ഈ മ്യൂസിക് ഒന്ന് മാറ്റിയെടുക്കണ്ടേ? ഇതിപ്പോ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യിച്ചാലോ? നമ്മളിവിടെ ഇപ്പൊ ചെയ്തിരിക്കണം ഒന്ന് റെക്കോർഡ് ചെയ്താലൊന്നും വെച്ചാലോ? നമുക്കൊരു പണിയാണ്. നമുക്ക് ആലപ്പുഴ ഋഷികേശന് അന്ന് പ്രദീപായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം എന്നെ ഋഷിയെന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഋഷിയെന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ജൂബിലി തിയേറ്റർ ഈ രചന തിയേറ്റേഴ്സിൽ ഞാൻ ചെന്ന് നോട്ട്സ് എഴുതി. ഇപ്പൊ നോട്ട്സ് എഴുതാനിരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയാൻ ചെല്ലുമ്പോൾ അവിടെ നിങ്ങോട്ട് അത് തന്നെ പറയുന്നത്. പ്രദീപ് ഞാനുമായി നല്ല ഒരു മാനസിക ഐക്യമുണ്ട് നാടകത്തിന്റെ വർക്ക് മ്യൂസിക് നോട്ട്സ് എഴുതുന്ന കാര്യത്തിൽ. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. അപ്പോ രാജൻ പി ദേവാണ് സംവിധാനം ചെയ്യുന്നതെങ്കിലും നോട്ട്സ് എഴുതാനൊക്കെ വന്ന എല്ലാം പ്രദീപ് റോയാണ്. അസിസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ പുള്ളി സത്യത്തിൽ പ്രദീപിന്റെ നല്ലൊരു വർക്കായിരുന്നു അത്. അപ്പൊ അത് ആ നാടകം ഇറങ്ങുമ്പോൾ അപ്പൊ അതിനകത്തൊരു രസകരമായൊരു പാട്ടുണ്ട്. അണ്ണാറക്കണ്ണ 90 മുക്ക ഒരു കടം തരുമോ? അണ്ണാറക്കണ്ണ 90 മുക്ക ഒരു കുടുംബ കടം തരുമോ? കാക്കപ്പെണ്ണെ കരുങ്കരി പെണ്ണെ കാലം പോയതറിഞ്ഞില്ലേ? കാലം പോയതറിഞ്ഞില്ലേ? കാക്കപ്പെണ്ണെ കരുമ്പുള്ളി പെണ്ണെ കാലം പോയതറിഞ്ഞില്ലേ? കാലം പോയതറിഞ്ഞില്ലേ? അണ്ണാറക്കണ്ണ 90 മുക്ക ഒരു കുടുംബ കടം തരുമോ? അണ്ണാറക്കണ്ണ 90 മുക്ക ഒരു കുടുംബ കടം തരുമോ? ഇതൊരു പാട്ടുണ്ട്. ഗ്രാമീണ സ്റ്റൈലിലുള്ള നാടകമാണ്.
ആ നാടകം എന്ന് പറഞ്ഞാൽ അത് ഈ മുഹൂർത്തങ്ങൾ കൊണ്ട് KKR ഗായപുരത്തിന്റെ ഈ രസകരമായ സംഭവം രാജൻ ബീജ എപ്പോഴും പറയും അവനെ കൊണ്ട് കളക്ടറുടെ നാടകം എഴുതിക്കാൻ പറ്റില്ല. ഞങ്ങൾ നിങ്ങൾ എവിടെ നിന്നൊക്കെ എഴുതിക്കുന്നത് കൊണ്ട് അത് വേണ്ട. നമുക്കൊരു ഈ നാടകം ഇതുപോലുള്ള നാടകം KKR ഗായപുരം എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഇരയിമ്പൻ തമ്പി കഴിഞ്ഞ പ്രാവശ്യം എഴുതി വളരെ വളരെ മനോഹരമായ നാടകമാണ് അദ്ദേഹത്തിന്റെ രചനകൾ. അതുപോലെ പൂച്ചറ വേലുക്കുട്ടി, അതുപോലെ കർഷക രാജാവ് എന്ന് പറഞ്ഞിട്ട് മുരിക്കനെ കുറിച്ചൊക്കെ വളരെ മനോഹരമായ നാടകമാണ് അതെല്ലാം എഴുതിയത്. അപ്പോൾ ഈ നാടകം ചെയ്തു. രചനയുടെ നാടകം വളരെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ ജൂബിലി തിയേറ്റേഴ്സിന്റെ നാടകവും നല്ല ഹൃദ്യമായി ഓടാൻ തുടങ്ങി. എങ്ങനെ പോയാലും ഒരു അന്നൊക്കെ 300 നാടകം കളിക്കും. 250 300-ന് താഴെ കളിക്കുന്ന സമിതികൾ ചെറിയ സമിതിയാണ്. അന്ന് 250-ന് മുകളിൽ നാടകം കളിക്കും. 300 നാടകം 120 നാടകം വരെ കളിക്കുന്ന നാടക സമിതികളാണ് അന്നുള്ളത്. അപ്പോൾ അന്ന് ഇപ്പൊ ഈ ഞാൻ നേരത്തെ പാടിയ കിളിമകൾ പാടിയെന്ന് പറയുന്ന നാടകത്തില് ആ നാടകം തന്നെ 330ഓളം നാടകമാണത് കളിച്ചത്. ഒരു വർഷം കളിച്ച കാര്യമാണ് പറഞ്ഞത്. ഈ നമ്മുടെ നെയ്യാറ്റിൻകര സൈഡിലെ ട്യൂട്ടർ കോളേജുകളിൽ ഒരു ദിവസം 5 നാടകമാണ്. രാവിലെ ഒരു നാടകം, ഉച്ചയ്ക്കൊരു നാടകം, 4 മണിക്കൊരു നാടകം, വൈകിട്ടൊരു നാടകം, രാത്രി ഒരു നാടകം. 5 നാടകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ സൈഡിലിരുന്ന് ഹാർമോണിയം വായിച്ചിട്ടുണ്ട്. 5 അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഉൾപ്പുളകമാണ് നമുക്കൊക്കെ. എന്തായിരുന്നു രസം. ഓർക്കസ്ട്ര വെച്ചിട്ട് 28 പേരാ ഒരു നാടകത്തിന്. നമ്മൾ അന്ന് പോകുന്നത് 28 പേരാണ്. ഈ കാലഘട്ടത്തില് ഈ സത്യം പറഞ്ഞ ഇതിലെ ഈ കടക്കാവൂർ അജയ് ബോസിനെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഞാൻ നവചേതനയിൽ വിക്രമുള്ള സാറിനോടൊപ്പം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് പറയാം. അപ്പോൾ അതിനു മുമ്പ് ഇപ്പൊ ഈ ആലയം സ്നേഹാലയം എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ നോട്ട്സ് എഴുതാൻ ചെല്ലുന്നു. നോട്ട്സ് എല്ലാം ആദ്യമായിട്ട് എന്നെ വിളിച്ചാൽ പൂജയ്ക്ക് ചെല്ലുന്നു. അപ്പോൾ പൂജയ്ക്ക് ചെല്ലുമ്പോൾ പൂച്ചാറ്റൂർ സാഗർ സാറുണ്ട്, മറ്റ് നടീനടന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ രായ്മനെ വിളിച്ചു, എടാ അനിയമനെ, എടാ ഈ ഇരിക്കുന്ന. അപ്പോൾ നല്ല സുന്ദരനും സുഖനുമായ ഒരു കൊച്ചു ചെറുക്കൻ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതാരാ ഇത്? അപ്പോൾ പയ്യൻ തന്നെ ഇങ്ങോട്ട് പറയണ, ഋഷണ, ഞാൻ രാജീവ് വാലിക്കൻ. ഓ, ഞാൻ പാട്ട് എഴുതാനായിട്ട് വന്നിരിക്കണം. വളരെ നല്ല കാര്യം. അപ്പൊ രാജീവ് വാലിക്കലിന്റെ കൊണ്ടുവന്നപ്പോ നമ്മുടെ ഷാഹുൽ സാറ് എന്നോട് പറഞ്ഞു, ഋഷി, ഇതിനു മുമ്പ് ശൈലജ തിയേറ്റേഴ്സിലൊക്കെ എഴുതിയിട്ടുണ്ട്, ചേർത്തല ശൈലജ തിയേറ്റേഴ്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു നല്ല ട്രൂപ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഋഷി ഒന്ന് മനസ്സ് വെച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനെന്ത് മനസ്സിലാ, പാട്ട് എഴുതിയാൽ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. അപ്പോ ഒരു സി മൈനർ മാപ്പിളപ്പാട്ടാണ്. മണവാട്ടി പെണ്ണിൻ കയ്യിൽ 17 മോഹപ്പൂത്തിരി, മണവാട്ടി പെണ്ണിൻ കയ്യിൽ 17 മോഹപ്പൂത്തിരി, മലമഞ്ചൽ അരികിൽ വരുമതി മണിമാരൻ കാണും, മലമഞ്ചൽ കാണും മണിമാരൻ കാണും, കൽപ്പിൽ സമ്മാനം കാണും, കൽപ്പിൽ സമ്മാനം കാണും, മണവാട്ടി പെണ്ണിൻ കയ്യിൽ 17 മോഹപ്പൂത്തിരി. അപ്പൊ അതൊരു മാപ്പിളപ്പാട്ടാണ്. അപ്പൊ ഞാനോട് ഈ രാജീവ് വാലിങ്കൽ മാപ്പിളപ്പാട്ട് ആദ്യമായിട്ട് എഴുതാൻ വരുന്നത്, ഈ പുള്ളി മാപ്പിളപ്പാട്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് മനോഹരമായ വരികൾ തന്നു. അത് ആ നാടകത്തിലെ ഒരു പാട്ട് രാജീവ് വാലിങ്കൽ, ഒരു പാട്ടിൽ ഷാഹുൽ സാർ എഴുതി. അവർ രണ്ടുപേരും ചേർന്ന് അല്ല, പൂച്ചാറ്റൂർ ഷാഹുൽ സാറിന് ആ കാലഘട്ടത്തിൽ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ്. കാരണം MK അർജുനൻ, കുമരകൻ രായപ്പൻ, പൂച്ചാറ്റൂർ ഷാഹുൽ കുമേത് എന്നിങ്ങനെ ഏത് നാടകം കാണാൻ പോയാലും, മാളവിയുടെയൊക്കെ ഏത് നാടകം കാണാൻ പോയാലും അതിലൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നു. അപ്പോ അങ്ങനെ നിൽക്കുന്ന അവൻ പറയുമ്പോൾ വേറെ കാര്യമുണ്ട് കേട്ടോ. അന്ന് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിമൽ മുരളി രാജേന്ദ്രദേവിന്റെ അസിസ്റ്റന്റായിട്ട് ഈ ആലയം സ്നേഹാലയം എന്ന് പറയുന്ന നാടകത്തിൽ ഒരു സംവിധായകൻ, നമ്മൾ ഒരുപാട് നാടക ക്യാമ്പിൽ ഞാൻ പോകുന്നതല്ല. അപ്പൊ ഈ അസിസ്റ്റന്റ് ആയിട്ട് വിമൽ മുരളിയാണ് വരുന്നത്. ഈ രാജൻ മോഹൻ നാടകം സംവിധാനം ചെയ്യുമ്പോൾ ഒരു പണിയുണ്ട്. ഇപ്പൊ ഒരു പാത്തോസ ഈ
ഈ സസ്പെൻസിൽ ഇങ്ങനെ മൂളിക്കൊടുക്കും. ഇത് ആ ആർട്ടിസ്റ്റുകൾക്ക്, കളിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇത് ഭയങ്കര രസമായിട്ടാണ് വരുന്നത്. കാരണം അവർക്ക് ഒരു റീ മ്യൂസിക് കിട്ടുന്നതിന് മുമ്പ് തന്നെ മ്യൂസിക് എല്ലാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പൊ മ്യൂസിക് നോട്ട്സ് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജൻ മൂളിയൊന്നും നമ്മളതിനകത്ത് എഴുതി വെക്കരുത്. അങ്ങനെ എഴുതി വെച്ചാൽ പിന്നെ മുഴുവൻ അതായി പോകും. അപ്പൊ നമ്മൾ നമ്മുടെ ശൈലിയിലേക്ക് അത് മാറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ രസകരമായിട്ട് രാജൻ ഇത് പാടും. ഈ വിമൽ മുരളിയുടെ എനിക്ക് തോന്നുന്നു ഒരു 10-30 നാടകം ഞാൻ സംഗീതിച്ചിട്ടുണ്ട്. ഈ വിമൽ മുരളിയുടെ നാടകത്തിന്റെ ക്യാമ്പിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്. വിമൽ മുരളി സെയിം തന്നെയാണ് രാജനെ അനുകരിക്കുന്നത്. അയാള് അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ട്, കേൾക്കുന്ന ഒരു പ്രാവശ്യം കേട്ടാൽ എന്തും കാണാതെ പഠിക്കുന്നൊരുവൻ. ഞാൻ ഈ ഫ്രാൻസിസ് ടീമാവിലേക്കുള്ള അഗ്രപൂജ എന്ന് പറയുന്ന നാടകത്തിന് ചെയ്ത പാട്ടുകളൊക്കെ വിമൽ മുരളി എന്നെ കണ്ടാൽ ഉടൻ തന്നെ അത് അപ്പൊ തന്നെ എന്നെ പാടിക്കും. ഇന്നും എനിക്ക് 30-35 വർഷം കഴിഞ്ഞു ഇപ്പോഴും അത് ഓർത്തു വെച്ച് പാടുന്ന അങ്ങനെ ഒരു പ്രത്യേക കലാകാരനാണ് വിമൽ മുരളി. അപ്പൊ ഈ കാലഘട്ടത്തിൽ, ഇപ്പൊ ഈ ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ രാജൻ ഇങ്ങനെ ശരിക്കും ഇതായിട്ട് വരുന്നു. രാജൻ ഈ പ്രൊഫഷണൽ ഗ്രൂപ്പ് സ്വന്തമായി തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ ഗ്രൂപ്പിന്റെ വിജയവും അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് രാജനെ ആദ്യമായി സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് വരേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ശൈലജ തിയേറ്റേഴ്സിന്റെ നാടക ക്യാമ്പിൽ ഒരിക്കൽ ചെല്ലുമ്പോൾ ഒരു പൊട്ടൻ നമ്പൂതിരി, ഈ ഉണ്ണി തമ്പുരാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വേഷം ചെയ്യുന്ന ഒരു സീന്, പിന്നെ നൃത്തം, സകല ഒരു ക്യാരക്ടർ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യേണ്ട ഒരു ക്യാരക്ടർ എന്റെ പ്രിയ സുഹൃത്ത് വൈക്കം ബിനുവാണ് അഭിനയിക്കുന്നത്. അപ്പോ ബിനു സ്റ്റേജിൽ നിൽക്കുന്നു. ഇപ്പൊ രാജനൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് കാലൊക്കെ മുടന്തി നടക്കുന്ന കാലഘട്ടമാണ്, പക്ഷെ അഭിനയിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, ബിനു അഭിനയിക്കുന്നു. അപ്പൊ ബിനു ചെയ്തിരിക്കുന്ന രാജനോട് എടേ ബിനു അതല്ലടാ ചെയ്യേണ്ടത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, നീ ഒന്നുകൂടെ ചെയ്യും. അങ്ങനെ ഒരു പലപ്രാവശ്യം ചെയ്തപ്പോ ബിനു പറഞ്ഞ് ചേട്ടാ ഒന്ന് കാണിച്ചു തരാമോ, എനിക്കൊന്ന് കാണിച്ചു തന്നെ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോ എടാ വയ്യാത്ത കാലുവട്ടി പൊയ്ക്കാനുമായിട്ടിരിക്കണ എന്നെ കൊണ്ട് എനിക്ക് ചെയ്യിക്കണം അല്ലടാന്ന് പറഞ്ഞ് അങ്ങോട്ട് കേറിയിട്ട് രാജൻ നിന്നങ്ങ് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ ബിനു ഞാൻ നോക്കിയിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ ബിനു നോക്കിയിരിക്കുകയാണ്. ഈ എന്റെ രോമെല്ലാം വടി പോലെ ആയിപ്പോ അത്ര മനോഹരമായിട്ട് ആ വേഷം ചെയ്ത് കാണിച്ചു കൊടുത്തു. ബിനുവിനൊക്കെ പറഞ്ഞ് കയറി കാണിക്കാൻ പറയുന്നു. ബിനു അതുപോലെ അനുകരിച്ചങ്ങ് ചെയ്യുന്നു, ഗംഭീരമാകുന്നു. ആ നാടകം എനിക്ക് തോന്നിയിട്ട് 3 വർഷമാണ് ആ സമിതി കളിച്ചത്. 3 വർഷം. ബിനു എന്ന നടൻ അവിടെ തുടങ്ങി. ഇപ്പൊ ബിനു നല്ല സംവിധായകനൊക്കെ ആയി, അറിയപ്പെടുന്ന സംവിധാനം. ഒരുപാട് നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. ബിനു നൃത്ത നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അന്ന് വേറെ രസമുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേ തീ പിടിച്ച് മേജർ എന്നെ കൊണ്ട് രാജൻ നിർബന്ധപൂർവ്വം പാടിക്കുന്നൊരു പാട്ടുണ്ട്. പുറവേലിയിൽ പൂത്ത പൂവുകൾക്കൊക്കെയും ചുടുചോര മണമുള്ള കാലം, പുറവേലിയിൽ പൂത്ത പൂവുകൾക്കൊക്കെയും ചുടുചോര മണമുള്ള കാലം, ഒളിവിൽ മൺകുടിലിൽ 1000 ആദർശം മുള പൊട്ടി വിരിയുന്ന കാലം, ഒളിവിൽ മൺകുടിലിൽ 1000 ആദർശം മുള പൊട്ടി വിരിയുന്ന കാലം, തിരിമാറിൽ ചൂണ്ടിയ തിറതോക്കിൻ തീയുള്ള കരളേറ്റുവാങ്ങിയ കാലം, പിരിമാറിൽ ചൂണ്ടിയ തിറതോക്കിൻ തീയുള്ള കരളേറ്റുവാങ്ങിയ കാലം, അറിയില്ലേ ആ കാലം ഉയിരിൽ വെച്ചിന്നലെ അരിവാള് രാഗിയ കാലം, അറിയില്ലേ ആ കാലം ഉയിരിൽ വെച്ചിന്നലെ അരിവാള് രാഗിയ കാലം. ഞാൻ ചോദിക്കടാ, നമ്മള് പുന്നപ്പുറ വയലാറിന്റെ കാലത്ത് ജീവിച്ച നമുക്ക് ആ നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ ആരും ഇങ്ങനൊരു പാട്ട് എഴുതിയില്ലെന്ന് പറയും. കാരണം ഇത് മധുവമ്പായി തിരുവനന്തപുരംകാരെ എഴുതിയാണ്. പുറവേലിയിൽ പോത്ത പൂവുകൾക്കൊക്കെയും ചുടുചോര മണമുള്ള കാലം, ഒളിവിൽ മൺകുടിലിൽ 1000 ആദർശം മുളപൊട്ടി വിരിയുന്ന കാലം,
വിരിമാറിൽ ചൂണ്ടിയ നിറതോക്കിൻ തീയുണ്ട കരളേറ്റു വാങ്ങിയ കാലം, അറിയില്ലേ ആ കാലം, ഉയിരിൽ വെച്ച് ഇന്നലെ അരിവാളിലാകിയ കാലം. ഇതിനപ്പുറത്ത് പുല്ലപ്പുറം എല്ലാതെ കുറിച്ച് എന്ത് എഴുതാൻ? മനോഹരമായ വരികൾ. അത് രാജൻ എന്നെ കാണുമ്പോൾ, അത് വൈക്കം പിന്നെ അറിയാം, കണ്ടാൽ ആദ്യം പാടിക്കുന്ന പാട്ടില്ല എപ്പോഴും. അത് ഞാൻ ഒന്നുകൂടെ പാടിത്തരാം. എന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞു. പുറവേലിയിൽ പൂത്ത പൂവുകൾക്കൊക്കെയും ചുടുചോര മണമുള്ള കാലം, പുറവേലിയിൽ പൂത്ത പൂവുകൾക്കൊക്കെയും ചുടുചോര മണമുള്ള കാലം, പൊളിവിൽ മൺകുടിലിൽ 1000 ആദർശം മുളപൊട്ടി വിരിയുന്ന കാലം, പൊളിവിൽ മൺകുടിലിൽ 1000 ആദർശം മുളപൊട്ടി വിരിയുന്ന കാലം, തിരിമാറിൽ ചൂണ്ടിയ നിറതോക്കിൻ തീയുണ്ട കരളേറ്റു വാങ്ങിയ കാലം, പിരിമാറിൽ ചൂണ്ടിയ നിറതോക്കിൻ തീയുണ്ട കരളേറ്റു വാങ്ങിയ കാലം, അറിയില്ലേ ആ കാലം, ഉയിരിൽ വെച്ചിന്നലെ അരിവാളുരാകിയ കാലം, അറിയില്ലേ ആ കാലം, ഉയിരിൽ വെച്ചിന്നലെ അരിവാളുരാകിയ കാലം. അതൊക്കെ ഒരു കാലം തന്നെയായിരുന്നു. പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെ കാലമായിരുന്നു. ഞാൻ ഇന്നലെ നമ്മുടെ എന്റെ അനിയൻ ശ്രീകുമാർ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഇത് ഞാൻ കമന്റ് ചെയ്തിരുന്നു. നാടകത്തിന്റെ പുഷ്കലകാലം, നാടകത്തിന്റെ പുഷ്കലകാലം അത് തന്നെയായിരുന്നു. ഇന്ന് എന്തെല്ലാം ഗിമിക്സ് കാണിച്ചാലും എന്തെല്ലാം കാണിച്ചാലും നാടകം എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്റെ ഒരു പുഷ്കലകാലം അത് തന്നെയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ തിരുപ്പനമ്പുള്ള സാറിന്റെ നാടകങ്ങൾ ഞാൻ ഹാർമോണിയം വായിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നാടകം കളിക്കാനായിട്ട് ഒരു ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ നമ്മളെ ആരാധനയോടെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടാണ് ഇരുത്തുന്നത്. അവിടെ കൊണ്ടുവന്ന് ഇരുത്തുക. എന്ത് വേണം സാർ? ചായ വേണോ? കാപ്പി വേണോ? എന്ത് വേണം? നാടകം കഴിഞ്ഞാൽ പൈസയ്ക്ക് മടിയില്ല, അപ്പൊ പൈസ എടുത്ത് കൈ തരും. അതുപോലെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ എല്ലാ രീതിയിലും നമുക്കത് കിട്ടുമായിരുന്നു. അത് ഇന്നിപ്പോ നമ്മൾ ചെല്ലുമ്പോൾ പറയില്ല, അവന്മാർ വന്നിട്ടുണ്ട് കേട്ടോ, അവരവിടെ ഇങ്ങനെ കൊണ്ടാ പൈസ കൊണ്ടിരുത്തുന്നു പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം നമ്മുടെ പുതിയ കലാകാരന്മാരുടെ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല, പുതിയ തലമുറയ്ക്ക് ഇപ്പൊ നാടകം എന്ന് പറഞ്ഞതിനോട് അത്ര വലിയ അടുപ്പമില്ല. പുതിയ തലമുറ നാടകത്തോട് അടുപ്പിക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സീനിയേഴ്സായ കലാകാരന്മാര് ഇപ്പൊ ഇവിടെ തിളങ്ങി നിൽക്കുന്ന സംവിധായകര് രാജീവൻ മമ്മളി, ജയൻ തിരുമല, നമ്മുടെ മനോജ് നാരായണൻ, രാജേഷ് വിരളം, ഇങ്ങനെയുള്ളവരും ഇപ്പൊ ഫ്രാൻസിസ് ടി മാവേലിക്കര, ഹേമന്ത് കുമാർ, കട്ടപ്പന ജോർജ്, മുഹാദ് വെമ്പായം, ഇവരെല്ലാം ആലോചിക്കണം. നമുക്ക് പുതിയ തലമുറയെ പഠിക്കാൻ എന്തുണ്ട്? ശരിക്കും ശക്തമായ കഥകൾ, നല്ല മുഹൂർത്തങ്ങൾ കണ്ടാൽ നെഞ്ച് പൊളിയണം. ഈ എന്താണ് ഒരു നാടകം ഉണ്ടായിരുന്നത്, എന്താണ് അന്തപ്പൻ പോലീസ് 50 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ നാടകം ക്യാമ്പിൽ തിരിച്ചെന്നു. അപ്പൊ രായൻവിജയനെ വിളിക്കുകയാണോ, രായ്മോനെ ചേട്ടാ, അനിമോനെയുടെ നാടക ഇന്റർവെല്ല, നീ വരുന്നില്ലേ? നീ ഇവിടെ വന്ന് ഈ നാടകം ഒന്ന് കാണണം. എടാ, നമ്മൾ തലകുത്തി ചിരിച്ച് മനോഹരമായ നാടകമാണ്, നീ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ പ്രതിഭയാണ് സംവിധാനം. അപ്പൊ ഞാനും ചെന്നു. ഈ രാജനൊരു ഈസി ചെയറുണ്ട്, അതിലങ്ങനെ കിടന്നുണ്ട്. പുള്ളി ഈ കോമഡിയുടെ പുറത്ത് അതിന് വേറെ കമന്റ് അടിച്ച് കോമഡി കൊടുക്കും. കോമഡി ഇങ്ങനെ പോകുന്നു. നാടക ഇന്റർവ്യൂവിലെ കൊണ്ട് രാജൻ ചിരിക്കുന്നു, ആർട്ടിസ്റ്റുകൾ മുഴുവൻ ചിരിക്കുന്നു, പ്രദീപ് റോയ്ജി ഇരുന്ന് ചിരിക്കുന്നുണ്ട്, ഞാനും ചില സമയത്ത് ഇരുന്ന് ഇരിക്കുന്നുണ്ട്. ഞാൻ അധികം ഈ നാടകങ്ങൾ അധികം ചിരിക്കാറില്ല. ഞാൻ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ ചിരി കുറവാണ്. ഇപ്പൊ നാടകം തീർന്നു കഴിഞ്ഞപ്പോൾ ഇന്റർവെല് വരെ കമ്പോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടിയുണ്ട്. പ്രദീപ് റോയ്, രാജൻ ബി ദേവ്, ഞങ്ങൾ മൂന്നുപേരും കൂടെ അവിടുത്തെ വരാന്തയിൽ പോയി ഞങ്ങൾ കസേരയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചെന്നിരുന്ന ഉടനെ രായമോൻ എന്നോട് ചോദിച്ച്, ഇവിടെ അനിമോനെ നാടകം തീർക്കലടാ ഈ വർഷം, ഗംഭീരമല്ലടാ. ഞാൻ പറഞ്ഞൊരു നാടകം ഇതിനേക്കാളും നമുക്കിപ്പോ മിമിക്രി ബുക്ക് ചെയ്താലും നാടകം ഈ കൂടുതൽ ചിരിക്കാനാണ് മിമിക്രി ബുക്ക് ചെയ്താൽ മതി. ഈ നാടകത്തിന് കോമഡി മാത്രമേ ഉള്ളൂ. നമുക്കൊരു നാടകം എന്ന് പറയുമ്പോൾ നമ്മളെ ഒന്ന് കണ്ണ് നനയണ്ടേ? നാടകത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ആളുകൾ, ജനം കാണുമ്പോൾ എന്താണ് ഈ നാടകം, ഒരു മനസ്സിലൊരു നീറ്റൽ.
ചിരിക്കണം, ഇടയ്ക്കൊരു നീറ്റൽ കൊടുക്കണം, കണ്ണീര് ഒരു തുള്ളി കണ്ണീര് വന്നാൽ മതി. ഒരുപാടൊന്നും കരഞ്ഞിങ്ങനെ നാടകം കാണാൻ വന്നൊരു കണ്ണീരൊന്നും കൊടുക്കണ്ട, പക്ഷെ ഒരു തുള്ളി കണ്ണീര് അവന്റെ കണ്ണിൽ പൊടിയണം. അത് വേണ്ടേ രാമനെ? ശരിയാണല്ല, ഈ പിള്ളേട്ട് കുഴപ്പമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കയറി അങ്ങോട്ട് വിശ്വസിച്ച ഉടനെ ഫോൺ എടുത്തിട്ട് പ്രാഞ്ചി പെട്ടെന്ന് ഇവിടെ വരണം, ആലപ്പുഴ ക്ഷീച്ച് പറഞ്ഞു നിന്റെ ഈ നാടകത്തിൽ ഇന്റർവെല് വരെ എനിക്കിട്ടൊരു വലിയ ഭാര്യയായി. ഞാൻ പറഞ്ഞത് ഈ നാടകം നന്നാക്കണം. അദ്ദേഹം തിരിച്ചു വരുന്നു, കാറിൽ വരുന്നു, ഇവിടെ വരുന്നു, നാടകം തീർത്തു. നാടകം മനോഹരമായ നാടകമായിട്ട് മാറി. ഗംഭീര നാടകമായിരുന്നു. ഗംഭീര നാടകം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഈ അങ്ങോളം ഇങ്ങോളം നന്നായി കളിച്ചു. ഈ നന്നായി കളിച്ചെന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. അത് ആ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഈ ഞാൻ ആദ്യമായി ജൂബിലി തിയേറ്റേഴ്സിനെ നാടകം ചെയ്യുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന നാടകമാണ്. അത് ഈ രാജൻ മോഹന്റെ കാല് വയ്യാതിരിക്കുന്ന സമയം. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചു, ഈ അകലാകാശങ്ങളിലേക്ക് എന്നുള്ള നാടകം ഫ്ലാപ്പായി പോയി. ആദിത്യമംഗലം ആരോഗ്യ സാറ് നല്ല കളി കളിച്ചു, രണ്ടാമത്തെ നാടകം ഫ്ലാപ്പായി, മൂന്നാമത്തെ നാടകം ചെയ്യാൻ സത്യത്തിൽ പണമൊന്നുമില്ല. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനുമോന് നീ ഒന്നും ഇങ്ങോട്ട് വരണം, നമുക്കൊരു ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അപ്പൊ ചെന്നപ്പോഴാണ് സംഭവം എന്താണെന്ന് ചോദിച്ചാല്, നമ്മുടെ ഒരു നല്ല സുന്ദരനായ ഒരു പയ്യൻ അവിടെ വന്നിരിപ്പുണ്ട്. സുന്ദരൻ എന്ന് പറഞ്ഞാൽ നല്ല ചുരുണ്ട മുടിയൊക്കെ ആയിട്ടൊരു പയ്യൻ. അപ്പൊ ചെന്നപ്പോ പയ്യൻ എന്നെ അറിയാം, നമസ്കാരം എന്ന് പറഞ്ഞു. ഞാൻ നമസ്കാരം പറഞ്ഞു. ഞാൻ ബെന്നിപ്പി നായരമ്പലം, ഇന്ന് ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് സിനിമയ്ക്ക് എഴുതുന്ന ബെന്നിപ്പി നായരമ്പലം അന്ന് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചെന്നു. കൊച്ചു പയ്യനാണ്, നല്ല സുന്ദരൻ മിടുക്കനായൊരു പയ്യൻ. അപ്പോ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് രാമൻ വെച്ചാൽ എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞ നാടകം എനിക്ക് ഇഷ്ടമായി. എടാ ഇഷ്ടമാണ്, എവിടെ ഈ നാടകം ഞാൻ ഹിറ്റാക്കുമെന്ന് പറഞ്ഞു. സ്വല്പം പുതിയ ആളെന്നുള്ള നിലയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നമുള്ള അത് ഞാൻ രാമൻ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നതാണ്, നന്നായിട്ട് പാട്ടെഴുതും, സ്ക്രിപ്റ്റ് എഴുതും, അങ്ങനെ എന്തും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് രാമന് തിരിച്ചെടുക്കാൻ ഒരു പാടുമില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അതിലൊരു പാട്ടുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി പാടും അകലങ്ങളിൽ ഞങ്ങൾ, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി പാടും അകലങ്ങളിൽ മനോഹരമായിരുന്നു. എനിക്ക് എന്നും ഞാൻ ചാത്തന്നൂർ മോഹനെ ഓർക്കുന്നൊരു പാട്ടാണ്. ചാത്തന്നൂർ മോഹൻ എന്ന് പറയുന്ന അന്നത്തെ സൂപ്പർ കൗമുദിയിലെ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ തന്നെ മനോഹരമായി പാട്ടെഴുതുന്ന, നല്ല കവിതകൾ എഴുതുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് മോഹൻ ചെയ്തെന്നൊരു പാട്ടാണ് അത്. സോറി കേട്ടോ, ഇത് പള്ളിപ്പുറം മോഹനേന്ദ്രൻ. പള്ളിപ്പുറം മോഹനേന്ദ്രനാണ്. അതാണ് പള്ളിപ്പുറം മോഹനേന്ദ്രൻ. കോളേജിലെ ഉദ്യോഗസ്ഥനായിരുന്നു, പക്ഷേ ഓഫീസ് സ്റ്റാഫായിരുന്നു. അത് മനോഹരമായിട്ട് പാട്ട് എഴുതുമായിരുന്നു. പിന്നെ പുള്ളി വേറെ വഴിക്കൊക്കെ പോയതോ ആൽബത്തിൻ്റെയൊക്കെ പറയുന്ന നാടകമൊക്കെ വിട്ടുപോയില്ലേ, പക്ഷെ നല്ല പാട്ട് എഴുതുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ ഈ നാടകം ഇറങ്ങി രാജൻ പി ദേവ് കളിക്കുന്നതിനോടൊപ്പം, രാജ്മോഹൻ കളിക്കുന്നതിനോടൊപ്പം രാജൻമോഹൻ ഒരു നിർബന്ധം, ഇത് ബെന്നിയെ കൂടെ ഈ ഒരു വേഷം ചെയ്യണം. അപ്പോൾ ബെന്നി ആദ്യം പറഞ്ഞു രാജൻ നാടകം കളിക്കാൻ വാടാന്ന് പറഞ്ഞു. ബെന്നിയെ കയറ്റി നാടകം കളിപ്പിച്ചു. ബെന്നി ഒരു പയ്യന്റെ വേഷം, ആ ഇരുത്തവും ഇരുത്തവും വന്നൊരു നല്ല കഴക്കവും ഇരുത്തവും വന്നൊരാളെ പോലെ കയറി കളിക്കുകയാണ്. മനോഹരമായി നാടകം. എനിക്ക് തോന്നുന്നു 900-ലധികം നാടകമാണ്. 7 വർഷമാണ്. പലപ്പോഴും ഒരു നാടകം ഒരിച്ചിരി ഫ്ലാപ്പാണെന്ന് കാണുകയാണെങ്കിൽ ഉടനെ രാജ്മോഹൻ അതിന്റെ കൂടെ ആ വർഷം അത്യുന്നതങ്ങളിൽ ദൈവത്തെ കൂടെ ചേർക്കും. കാരണം അപ്പൊ നാടകം കളിച്ച് മറ്റേ 2 നാടകം കൂടെ കളിക്കുമ്പോൾ 300-നടുത്ത് നാടകം കളിക്കും. ആർട്ടിസ്റ്റുകൾക്ക് ഈ ശരിക്കൊരു ഈ രാജൻമോഹൻ എന്ന് പറഞ്ഞാൽ ഒരു നാടക സ്നേഹിക്കുന്ന എന്ന് മാത്രമല്ല, നാടക നടൻ മാത്രമല്ല, മനുഷ്യസ്നേഹിയാണ്. ഈ ഞാനും പ്രദീപും കൂടെ, ഈ പ്രദീപ് റോയും ഞാനും കൂടെ ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ ഓണം സീസണായി. അപ്പോ ഓണം ആയി കഴിഞ്ഞപ്പോ എടാ പ്രദീപേ, എടാ ഇവിടെയൊക്കെ എല്ലാത്തിനും ആകെ പ്രശ്നമാണല്ലോ, വിഷമമാണല്ലോ എന്നൊക്കെ അറിയുന്നുണ്ടല്ലോ. എടാ എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും വിളിച്ചിട്ട് ഒരു 100-300 രൂപ ഞാൻ കൊടുത്താലോ? അന്ന് 300 രൂപ 300 രൂപയ്ക്ക് വിലയുള്ള കാലഘട്ടം. അപ്പോ
പ്രദീപ് റോയ് പറഞ്ഞു, രാജേട്ട ഈ സമയത്ത് നമ്മൾ 300 കൊടുത്താൽ അതെല്ലാം ഷാപ്പി പോകും. ഷാപ്പി പോകും. അതുകൊണ്ട് നമുക്കൊരു പണിയാണ്, നമുക്ക് ഇപ്പൊ ഈ കിറ്റ് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. വൈകുന്നേരം ആകുമ്പം ഞാനില്ല, പ്രദീപ് ഉള്ളവിടെ ചാക്കണക്കിന് അരി വരുന്നു. അയൽപക്കത്ത് വീട്ടിലെ എല്ലാവരും, പാവങ്ങളെ എല്ലാവരും വിളിച്ചു വരുത്തി ആവശ്യത്തിന് അരി കൊടുത്തു വിടുന്നു ഓണം ഉണ്ണാൻ. ഇപ്പോഴും ഒരുപാട് പേരുടെ കാശൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോഴാണ് എനിക്ക് മനസ്സ് കണ്ണു നിറയുന്നൊരു കാര്യം. ഇപ്പൊ ഈ കൊറോണ കാലം വന്നു, സർക്കാർ 1000 രൂപ വെച്ച് കലാകാരന്മാർക്ക് അന്ന് തൃപ്തിപ്പെടുത്തി. എന്റെ ജീവിതത്തിൽ 1000 രൂപ കൊണ്ട് എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് മേടിക്കാൻ പോലും തികയത്തില്ല. വളരെ വിഷമാണ്. എല്ലാ കലാകാരന്മാർ ആകെ വിഷമത്തിലാണ്. അപ്പൊ ഞാൻ രാജീവ് ബാലിക്കൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഋഷിണ്ണ എല്ലാവരും വളരെ വിഷമത്തിലാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്നോ. എന്ത് ചെയ്യാനാണ്, ഞാൻ അവരെക്കാൾ വിഷമത്തിലാണ്. സത്യം പറഞ്ഞാൽ ഈ ഓണം വന്നപ്പോ ശരചന്ദ്രവർമ്മ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട്, ഞാൻ പോകണം കുറെ നേരം എടുത്തിട്ട് വർത്തമാനമൊക്കെ വന്നിട്ട് ഇവൻ പോയി, ശരത്ത് പോയി. വീട് ചെന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ ആ സെറ്റപ്പ് ബോക്സിന്റെ താഴെ ഒരു കവർ വെച്ചിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഒരു 5000 റുപ്പീസ്. പുളിമാത്ത ശ്രീകുമാർ, സൂരജ് സത്യൻ, ഇവരെല്ലാം എനിക്ക് പണം അയച്ചു തന്നു. സത്യന്റെ ഓണം അങ്ങനെയാണ് ഞാൻ ഓണം ആഘോഷിച്ചത്. അപ്പൊ ഞാനെങ്ങനെ ഈ ആർട്ടിസ്റ്റുകളെ എങ്ങനെ സഹായിക്കാനാണ്? സത്യം പറഞ്ഞ രാജീവ് ബാലകൽ വളരെ വിഷമത്തോടെ എന്നോട് പറയുന്നത്, ഋഷിണ്ണ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഞാൻ പറഞ്ഞത് നമുക്കൊരു പണിയാണ്, നമുക്ക് MP-യോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനല്ല, പുള്ളി തന്നെ വിളിച്ച്, രാജീവ് തന്നെ MP-യെ വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. രാജീവ് ഉടനെ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ 150 പേരുടെ 125 പേരുടെ ലിസ്റ്റ് എടുത്തു. രാജീവ് ഒരു 15 പേരോടെ ചേർത്ത് 140 പേരുടെ ലിസ്റ്റ് എടുത്തു. കൊടുത്തപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്തു. അതുകൊണ്ട് കലാകാരന്മാർക്ക്, അപ്പൊ കലാകാരന്റെ വില മനസ്സിലായല്ലോ, നമ്മുടെ വില നമുക്ക് തന്നെ അറിയാമല്ലോ. കലാകാരന് വിലയില്ല, മത്സ്യത്തൊഴിലാളിക്ക് അത് അവരെ സംബന്ധിച്ചാൽ അവരെ സംബന്ധിച്ചാൽ അവർക്ക് അതാണ് വലുത്. കാരണം കലാകാരനൊക്കെ പലയിടത്തല്ല, ഇത് മത്സ്യത്തൊഴിലാളി ഒരു സംഘം തന്നെ ഉണ്ടല്ലോ അവിടെ. അത് വോട്ടൊക്കെ കിട്ടേണ്ട കാര്യം അവരുടെ കാര്യം, അതുകൊണ്ട് ഒന്നും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ആകെ വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ പലരോടും ഞാൻ ലിസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ MP സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞും പോയി. മാനസികമായി വിഷമിച്ചിരിക്കുമ്പോൾ രാജീവ് എന്നെ വിളിച്ചു പറഞ്ഞു, കൃഷ്ണ ഒരു 65 പേർക്ക് കിറ്റ് കൊടുക്കാനുള്ള പണം അമ്പലപ്പുഴയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പേര് വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. അണ്ണൻ ഒരു കിറ്റ് ഏർപ്പാടാക്കാം. ഞാൻ എന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന കടക്കാരനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഏകദേശം 720 രൂപ വില വരുന്ന സാധനങ്ങൾ, ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ആ കിറ്റിൽ വെക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാജീവും ഞാനും കൂടെ, രാജീവിന്റെ കാറിൽ രാജീവിന്റെ 2 മക്കളും ഞാനും ഡ്രൈവറും കൂടെ ഈ 65 വീടുകളിൽ പോയി. അപ്പോ ആദ്യ ദിവസം രാജീവ് വന്നു, 2ാമത്തെ ദിവസം ചേർത്തല ഹരിദാസ് എന്റെ കൂടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് പോയി. എഴുപുന്ന സഹദേവൻ ഉൾപ്പെടെ അങ്ങനെ എഴുപുന്ന കൊടിയൻ അങ്ങനെയുള്ള കലാകാരന്മാരുടെ ഒക്കെ വീടുകളിൽ കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും എനിക്ക് ഇതൊക്കെ ഞാൻ വിഷമത്തോടെ പറയുന്നത്, കാരണം ഇത് രാജനിബിന്റെ അനുസ്മരണമാണെങ്കിലും നമ്മൾ കലാകാരന്മാരുടെ വിഷമം എന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്റെ സങ്കടം തരില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ വളരെ വിഷമത്തോടെ ഇതെല്ലാം കൊണ്ട് കൊടുത്തപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, ആലപ്പുഴ എന്റെ ഒരു സുഹൃത്ത് നാടക നടൻ JP എന്ന് പറയുന്ന നാടക നടനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് കിറ്റ് സാധാരണ എല്ലാവരും ഇങ്ങനെ മേടിക്കുന്നത്, ഇവൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഋഷിയണ്ണ ജീവിതത്തിൽ ഞാൻ മറക്കില്ല ഋഷിയണ്ണ, ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ പണി ചെയ്ത കിട്ടുന്ന 2 ദിവസത്തെ കാശ് കൊണ്ട് 1800 രൂപ കിട്ടും. അതുകൊണ്ടൊന്നും ഓണം ആഘോഷിക്കാൻ അണ്ണൻ വന്നത് എനിക്ക് ഏറ്റവും വലിയ, ഇത് എന്റെ കയ്യിലല്ല, മറ്റൊരാൾ തന്നതാണ്. സത്യം പറഞ്ഞ ഈ പിന്നെ സംസ്കൃതി എന്ന് പറഞ്ഞൊരു സംഘടന എനിക്കൊരു 10,000 രൂപ അവരയച്ചു. അതല്ലാതെ എന്നെ ആരും സഹായിക്കത്തില്ല. കാരണം ഒരു ആലപ്പുഴ ചെയ്തൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്നത്, നമ്മുടെ വിഷമം നമുക്കെന്നെ അറിയാം, ആരോട് പറയാം. സത്യം പറഞ്ഞാൽ അതുപോലെ ഇപ്പൊ എനിക്ക് പറയാനുള്ള, എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ എടുത്തു പറയേണ്ട കുറച്ച്, ഇപ്പോ ഞാൻ എന്നെ ഈ രംഗത്ത് ഇപ്പൊ അതുകൂടെ പറയണമല്ലോ, രാജ്മോഹന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞു പോവാം. കാരണം എന്നെ പ്രൊഫഷണൽ നാടക രംഗത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പരിചയപ്പെട്ടിട്ട് എന്നെ തിരുവനന്തപുരത്ത് പിടിച്ചു നിർത്തി എനിക്ക് കൂടുതൽ വർക്കുകൾ ഉണ്ടാക്കി എന്നെ അവിടെ നിർത്തിയ ഒരു കലാകാരനാണ് പരമേശ്വരൻ കുര്യാത്തി. ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരുമിച്ച് അമച്ചറും പ്രൊഫഷണലുമായിട്ട് 124 നാടകമാണ് ചെയ്തത്. 124 നാടകം ഞങ്ങൾ തമ്മിൽ മാത്രം. അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തത്, അത് സംവിധാനമൊക്കെ മിക്കവാറും വേറെ ആരോ 1-2 നാടകങ്ങൾ ചെയ്തു. പക്ഷെ രചനാപരമായി പുള്ളി വളരെ നിലവാരം പുലർത്തുന്ന ആളായതുകൊണ്ട്
പുള്ളി എഴുതിയൊരു പാട്ടുണ്ട്. അതിനെനിക്ക് നമ്മുടെ സ്വാതിനാട് സംഗീത സഭയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ശ്രീ മേജർ. ആകാശക്കൂടാരക്കീഴിൽ അജ്ഞാത നൊമ്പരത്തടവറകൾ, ആകാശക്കൂടാരക്കീഴിൽ അജ്ഞാത നൊമ്പരത്തടവറകൾ അവിടെ മറന്നുപോയി. അത് എന്റെ ജീവിതം, കാരണം അവാർഡ് കിട്ടിയ പാട്ട് മറക്കാൻ പാടില്ല. പക്ഷെ ഇത് ഗോവനാണ്, കല്ലറ ഗോവനാണെന്ന് പാടിയത്. അതിന് എനിക്ക് സ്വാതിനാട് സംഗീത സഭയുടെ അവാർഡും എനിക്ക് ആ പാട്ടിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പരമേശ്വരൻ കുരുത്തയായിട്ട് 124 കരോളചന്ദ്രനുമായിട്ട് 86 നാടകമാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. ചന്ദ്രനുമായിട്ട് നാടകം ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, ഒരു നാടക സമിതിയുടെ വണ്ടി വിട്ടു കഴിഞ്ഞാൽ വണ്ടി അവിടെ വരെ ചെല്ലുന്നത് വരെ വായനയാണ് അദ്ദേഹം. അന്നത്തെ ദിവസം പത്രം മുഴുവൻ വായിക്കും, മറ്റു പുസ്തകങ്ങളും വായിക്കും. അപ്പൊ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും ജ്ഞാനസ്ഥൻ കൂടെ ആയിരുന്നു. അതുപോലെ എനിക്കിഷ്ടമുള്ള മറ്റൊരു സംവിധാനമാണ് സതീഷ് സംഘമിത്ര. ഈ സതീഷ് ചേട്ടന് ഞാനും കൂടെ വേറൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാല്, സതീഷ് ചേട്ടന് ഒരിക്കലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വന്നു. അപ്പോ കാര്യവട്ടം ശശി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിനാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. അപ്പോ കാര്യവട്ടം ശശി ഒരാളെ വിടുന്നു, ഒരു ബുള്ളറ്റും കൊടുത്ത് വിളിപ്പിക്കുകയാണ് നടനെ വിളിച്ചുകൊണ്ട് പോകാൻ. കാരണം നമ്മൾ കാണുന്ന സിനിമാ നടന്മാരെയൊക്കെ വിളിക്കാൻ വരുന്ന കാറിലല്ലേ, ഇത് സതീഷ് സംഘമിത്രയെ വിളിക്കാൻ ഒരു ബുള്ളറ്റും കൊണ്ട് ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ പാവപ്പെട്ടവൻ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ ചെന്ന് കയറാൻ പോകണം. ഞാൻ സഹിച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പറ്റില്ല. ഞാൻ അടുത്ത് നിങ്ങളെ ആരാ വിട്ട്, ഇത് കാര്യവട്ടം ശശി ചെന്ന് നിങ്ങൾ പറയുക ഇങ്ങോട്ട് കാറ് വിടാൻ പറഞ്ഞു. ഗുരുതുല്യനായ എല്ലാ നാടക നടന്മാരിലും ഒരുപാട്. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു സംഭവം, ഇദ്ദേഹത്തെ കാർ വായിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ കൊട്ടാരക്കരയുടെ മോൻ നടൻ സായികുമാർ അഭിനയിക്കാനുണ്ട്. സതീഷ് ചേട്ടൻ അങ്ങോട്ട് ചെല്ലുകയും സായികുമാർ ഓടി വന്ന് കാലിൽ തൊട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഒരു നാടക സംവിധാനം എന്ന് പറഞ്ഞാൽ സായികുമാർ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ അവിടെ നിന്നവരെല്ലാം അന്തം വിട്ടുപോയി. അപ്പൊ അവർക്ക് തോന്നി സത്യം കാറിൽ തന്നെ കൊണ്ടുപോകണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം 70-75 നാടകമായി. അതുപോലെ പ്രദീപ് റോയ് ഞാനുമായിട്ട് ആദ്യം രാജൻ ദീപ് പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഒരു ദിവസം എന്നോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ചാവടിയിൽ വന്നൊന്ന് കിടന്നാലോ. ഞാൻ പറഞ്ഞു നിർബന്ധമായി, ഇതിന് ലോഡ്ജ് കിടക്കണ്ട, എന്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ ചാവടി ഒരു റൂം പുള്ളിക്ക് അറേഞ്ച് ചെയ്യുന്നു. പുള്ളി ജൂബിലേക്ക് അഭിനയിക്കുകയാണ്. അപ്പൊ നാടകം കഴിഞ്ഞ് നേരെ വീട്ടിൽ വരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നാടകം ഇല്ലാത്ത ദിവസങ്ങളിൽ കറങ്ങാനൊക്കെ പോകും. ആ കാലഘട്ടത്തിൽ എവിടെ ഒരു നാടകത്തിന്റെ വർക്ക് വന്നാലും പ്രദീപിനെ നമ്മൾ ആ വർക്ക് അറേഞ്ച് ചെയ്തു. അങ്ങനെ ഒരു 12 നാടകം വരെയൊക്കെ ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ചെയ്തു ഞങ്ങൾ ഏകദേശം 10-80 നാടകം ചെയ്തു. ഈ ഒരു നാടകം തന്നെ, ഒരു നാടക സംവിധാനം, ഒരാളെ രചനയും സംവിധാനം നിർവഹിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ നാടകം ചെയ്തിരിക്കുന്നത്. അതായത് രമേശ്വരൻ കുര്യാത്തിയുടെ പ്രൊഫഷണലും അമച്ചർ നാടകം കൂടെയാണ്. പ്രൊഫഷണൽ നാടകം മാത്രം 103 നാടകം ചെയ്തു ജയന്തിരുമനായിട്ട്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് ജയന്തിരുമന. മനോഹരമായി നാടകം ചെയ്യും. ജയനെ കുറിച്ച് വേറൊരു കാര്യം പറയാനുണ്ട്, ഞാനത് പറയാം. അപ്പോ പിന്നെയുള്ളത് രാജീവൻ മമ്മളിയായിട്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു 10-25 നാടകം ചെയ്തു. നാടകങ്ങളെല്ലാം തന്നെ അതിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത 2 നാടകം. ഒന്ന് അക്ഷരങ്ങൾ, ആവിഷ്കാരയുടെ അക്ഷരങ്ങൾ. എനിക്ക് മ്യൂസിക് കൊണ്ട് കളിക്കാൻ എനിക്ക് അവസരം തന്നൊരു നാടകം. അതുപോലെ തന്നെ ഇമ്മിണി വലിയ ഒന്ന് ജൈവ കമ്മ്യൂണിക്കേഷന്റെ മനോഹരമായ നാടകങ്ങളാണ്. പിന്നെ മനോജ് നാരായണനായിട്ട് ചെയ്ത കണ്ണയ്ക്കൊക്കെ എനിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. രാജീവൻ മമ്മിളായിട്ട് ചെയ്തൊരു നാടകം നമ്മുടെ കോഴിക്കോട് സങ്കീർത്തനയുടെ ഒരു നാടകത്തിന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അവാർഡ് കിട്ടിയത് കൊണ്ട് എളുപ്പമല്ല ഞാൻ പറയുന്നത്. അത് നാടകങ്ങളെല്ലാം സത്യത്തിൽ ഇവരൊക്കെ തന്നെ വലിയ സംവിധായകരാണ്. ഇവരൊക്കെ ഇതിനെക്കുറിച്ച് അപ്പൊ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ടി മാവേലിക്കരുടെ ഒരു കരോളചന്ദ്രൻ അനുസ്മരണം കണ്ടപ്പോൾ അതിനകത്ത് പറഞ്ഞു, NV തിരുവത്രമ്പളയുടെ കൂടെ പോയതുകൊണ്ടാണ് വക്കം ഷക്കീറും കരോളചന്ദ്രൻ മോശമായി പോയെന്ന് പറഞ്ഞു. എനിക്ക് ഫ്രാൻസിസ് സാറാണ് പറഞ്ഞെങ്കിലും എനിക്ക് അതിനോട് യോജിച്ചില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, NV തിരുവത്രമ്പളയുടെ, അങ്ങനെ എന്റെ ഭാഷയിൽ പറയാൻ പറ്റില്ല, NV തിരുവത്രമ്പള ഒരു പേജിന്റെ വിലയുള്ള നാടകങ്ങൾ
ഇവിടെ ഇപ്പൊ ആരും എഴുതുന്നില്ല എന്നുള്ളത് ഞാൻ എന്നെ ആരും വിളിച്ചില്ലേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അത്ര മനോഹരമായ നാടകങ്ങളെ മുഹൂർത്തങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരാള്, മുഹൂർത്തങ്ങൾ കൊണ്ട് സംവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ സംവിധായകൻ ഒരു എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. ചെയ്തിട്ടുള്ള നാടകങ്ങളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ നാടകങ്ങൾ. അത് പുള്ളിയുടെ കൂടെ പഠിച്ചത് കൊണ്ടാണ്. അക്ഷരം അക്ഷരം എന്ന് പറയുന്ന അക്ഷ എന്ന് പറയുമ്പോൾ ഷാ നാക്കിന്റെ തുമ്പ് ഇന്ന സ്ഥലത്ത് മുട്ടണം എന്നാലേ വരുവുള്ളെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരാൾ. അക്ഷരം എന്താണെന്ന് പഠിപ്പിച്ച ഗുരുനാഥനാണ്. അവരെ നമുക്ക് ഒരിക്കലും അവരുടെ കൂടെ പോയതുകൊണ്ട് കരവളചന്ദ്രനും വക്കം ഷക്കർ ഒരിക്കലും മോശമാകില്ല. ഈ രണ്ടുപേരും മലയാള നാടക രംഗത്ത് ഇന്നിപ്പോ ഏത് പുതിയ തലമുറയിലെ കുട്ടികളോട് ചോദിച്ചാലും കരവളചന്ദ്രൻ ആര്, വക്കം ഷക്കീർ ആര് എന്ന് ചോദിച്ചാൽ പറയും. അവര് അതിന് യോഗ്യരാണ്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ മഹാജൻ ചേട്ടനെ ഇന്ന് ആരും അറിയുന്നില്ല. അതാണ് വേറെ. മഹാജൻ ചേട്ടൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മഹാജൻ ചേട്ടനും ഞാനും കൂടെ ഒരു 15-16 നാടകം ചെയ്തിട്ടുണ്ട്, പുള്ളി സംവിധാനം നാടകം. പക്ഷെ പുള്ളിയൊന്നും ആരും അറിയുന്നില്ലെന്ന്. ഇവരൊക്കെ വളരെ ഇതാണ്. അതുപോലെ വിക്രമള സാറിനെ കുറിച്ചൊരു വാക്ക് ഇതിന്റെ കൂടെ പറയാതെ പോയാൽ അതും മോശമാണ്. കാരണം പീറ്റർ മേച്ചേരി എന്ന് പറയുന്ന ഒരു ഗാനരചയിതാവ് പാട്ടെഴുതാൻ വന്നു. അപ്പൊ ഈ നാടകത്തിന്റെ ശബ്ദം എന്നാണ് തോന്നുന്നത് നാടകത്തിന്റെ പേര്. നാടകത്തിന്റെ ഇപ്പൊ പാട്ടെഴുതാൻ വന്നു കഴിഞ്ഞപ്പോ ഈ നായിക പെണ്ണിന്റെ ഒരു വശം കരിഞ്ഞു പോയതാണ്. അപ്പോ ലൗസ് അപ്പൊ ഈ സാറിന് പ്രത്യേകമുണ്ട്. വിജയത്തിൽ കിടമ്പോ അവിടെയൊക്കെ കറുപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യിച്ചില്ലേ. അപ്പൊ പീറ്റർ മേച്ചേരി നോക്കുമ്പോ കറുപ്പ് ചിലപ്പോ എങ്ങനെ ഒരു ലവ് സോങ് എങ്ങനെ ഉണ്ടാക്കും? അപ്പോ പീറ്റർ മേച്ചേരി വിഷമിക്കുന്നു. അപ്പൊ അന്നൊരു കുഴപ്പമുണ്ട്. ഈ സാറിന്റെ അടുത്ത്, വിക്രമള സാറിന്റെ അടുത്ത് നിന്ന് നമ്മൾ പറയുകയാണ് പീറ്റർ മേച്ചേരിക്ക് ഇത് എഴുതാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം എഴുതുമല്ലേ എന്ന് ചോദിക്കും. അതാണ് കാരണം അതാണ് സാറിന്റെ സ്വഭാവം. അതാണ്. അപ്പോ ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ സാർ വഴക്കുണ്ടാക്കരുത്, ഈ മുഖം ഒരു വശം കറുത്തിരിക്കുന്നത് കൊണ്ട് പീറ്റർ മേച്ചേരിക്ക് ഒരു ലവ് സോങ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ സാർ പറഞ്ഞു, ഋഷി ഒരു പേന എടുക്കൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 4 വരി പാട്ട് എഴുതുന്നു. സീമേജർ വിളിച്ച് മേജർ മൈനർ 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 മൈനർ. താമരപ്പൂവിന് പായലഴകാണ്, പാർവണചന്ദ്രന് നിഴലഴകാണ്, സൂര്യകാന്തിക്ക് വണ്ടഴകാണ്, ഓമനെ നിനക്കി കറുപ്പഴകാണ്, സൂര്യകാന്തിക്ക് വണ്ടഴകാണ്, ഓമനെ നിനക്കി കറുപ്പഴകാണ്. എന്ത് മനോഹരമായ കൽപ്പനയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് കണ്ടു, ഈ പുള്ളി ഇനി ഇത് ഗാനരചനയ്ക്ക് കൂടെ വന്നിരുന്നെങ്കിൽ ഈ നാടകർത്തും ഗാനരചാവും കൂടെ കിടന്ന് നല്ല അടികൂടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെങ്കിലും പേർക്ക് ഒരു വശം മുഴുവൻ കറുത്ത് ഇരുണ്ട് ഇരിക്കുന്ന കാമുകയെ കുറിച്ച് ഏത് കാമുകനാ പറഞ്ഞത്? ഇവിടെ അപ്പളീട്ടിട്ട് കടന്നു കളയും. അവിടെയാണ് പുള്ളി എടുത്ത് താമരപ്പൂവിന് പായലഴകാണ്, പാർവണചന്ദ്രന് നിഴലഴകാണ്, സൂര്യകാന്തിക്ക് വണ്ടഴകാണ്, ഓമനെ നിനക്കി കറുപ്പഴകാണ്. എന്ത് രസമായിട്ട് അദ്ദേഹം പാട്ടെഴുതുന്നു. അപ്പൊ ഇത് പറഞ്ഞിട്ടിരിക്കുമ്പോ ഒരാള് അവിടുന്ന് ഒരു 5-6 മുല്ലപ്പൂ കൊണ്ടുവന്ന് സാറിന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ സാർ ആ മുല്ലപ്പൂവിനെ എടുത്തിട്ട് ഋഷി എഴുതിക്കോ, കുരുക്കുത്തി മുല്ല വിരിഞ്ഞു, കിളിമരം അടിമുടി രോമാഞ്ചമണിഞ്ഞു, കുരുക്കുത്തി മുല്ല വിരിഞ്ഞു, കിളിമരം അടിമുടി രോമാഞ്ചമണിഞ്ഞു. എന്താണ് അങ്ങനെ? അല്ല, ഇപ്പൊ ഇവിടെ പാട്ടെഴുതാൻ ഒരുപാട് നല്ല പാട്ടെഴുതാൻ ഇവിടെ ആളുകൾ ഇഷ്ടം പോലെയാണ്. കാരണം രാജീവ് അല്ലെങ്കിൽ പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്, രമേശ് മേനോൻ, ഷാജി ഇല്ലത്ത്, സുനർജി, ഇവിടെ പാട്ടെഴുത്തുകാർ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം നല്ല പാട്ടുകളും കിട്ടുന്നുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ നിന്ന് എനിക്കൊരു പരാതി. ഇതിപ്പം ഒരു പാട്ടെഴുത്തുകാരൻ വന്നിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യമില്ല. കേരളത്തിലെ ഹരിദാസുണ്ട് കേട്ടോ. അപ്പൊ പാട്ടെഴുത്തുകാർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നല്ല നല്ല പാട്ടുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ
ഒരിക്കൽ ഞാൻ പറഞ്ഞ ഇതുപോലെയൊക്കെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാട്ടെഴുതാൻ തിരുമല സാറിനെ പോലുള്ള ആളുകളൊക്കെ വേണമായിരുന്നു. അപ്പൊ അവരൊക്കെ ലെജൻഡുകളായിരുന്നു. എന്നും നമുക്ക് അഭിമാനിക്കാവുന്ന, ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്തൊരു ക്യാരക്ടേഴ്സാണ്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സംവിധായകൻ കരവളം ചന്ദ്രൻ ചേട്ടനായാലും പരമേശ്വരൻ കുര്യാക്കയായാലും സതീഷ് സംഗമത്തിലെ പ്രദീപ് റോയ് തൊട്ട് സകല സംവിധായകരും ഞാനുമായി ഞാൻ ഈ പറഞ്ഞതിനകത്ത് ജയന്തിരുമേനയുടെ കാര്യം പറയാന്ന് പറഞ്ഞത്, NB തിരുവനന്തപുരമുള്ള എന്താണോ അത് തന്നെയാണ് ജയന്തിരുമേന. കള്ളപ്പൊന്നി, എന്നെയൊക്കെ സ്നേഹമുള്ള ഒരു കള്ളപ്പൊന്നി എന്ന് വിളിക്കും. അത് ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നാടക കലാകാരന്മാർ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇത് വിക്രമുള്ള സ്ഥലങ്ങളാണ്. ഈ സെയിന്റനാണ് ജയിലും. ക്യാമ്പിൽ ഞാൻ പറയും സാറേ നമുക്ക് ഈ നവചേതനം എന്നുള്ള പേര് മാറ്റിയിട്ട് സെൻട്രൽ ജയിലിൽ നോക്കാന്ന് പറയും. ആർട്ടിസ്റ്റുകൾ ഇട്ട് കൊല്ലാത്തവനാണ്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ സാറിന്റെ അടുത്ത് പോവാം. ഒരു ക്യാമ്പില് ഒരു രക്ഷയുമില്ല. ആർട്ടിസ്റ്റുകൾ ഇന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങി നാളെ 9 മണിയായി, രാത്രി 9 മണിയായി. ആർട്ടിസ്റ്റുകൾ കുളിച്ചിട്ടില്ല, ആഹാരം കഴിക്കില്ല. ആഹാരത്തിനൊക്കെ ഇടയ്ക്കൊക്കെ വിടുന്നുണ്ടെങ്കിലും സാറിങ്ങനെ വിടുന്നില്ല. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം. അപ്പോ ഇടയ്ക്കൊരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പതുക്കെ കർട്ടന്റെ പുറകിൽ ചെന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞത് കുറെ ഈ പഴയ കർട്ടൻ നവജാനയുടെ അവിടെ വാരിയിട്ടിരിക്കുക. ഞാൻ അവിടെ ചെന്ന് ആ കർട്ടന്റെ ഒരു കർട്ടൻ 2-3 കർട്ടനെ കൂടെ പൊക്കിച്ച് മാറി അതിനടിയിലോട്ട് മാറി ഉറങ്ങിക്കിടന്നു. ഞാൻ ഒരാളുടെ പറഞ്ഞിട്ട് ഇട്ട് മൂടിയേക്കാൻ പറഞ്ഞു. അപ്പോൾ അക്കം സുജിയുണ്ട്, അരിമാനൂർ ജോണുണ്ട്, പിന്നെ അങ്ങനെയുള്ള പഴയകാല നേരത്തെ രാജാജനുണ്ട്, വലിയ കുന്നുകുഴി സുലോന ചേച്ചി, അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരാൾ കൊണ്ടുവന്ന് നമ്മുടെ ഓച്ചർ സരികയുടെ മുതലാളി സുബൈർ ഖാൻ അന്ന് ഈ നാടകത്തിൽ സെറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ സുബൈർ എന്ത് ചെയ്ത് എന്റെ ഈ കട്ടനെല്ലാം കൂടെ വാരി എന്റെ പുറത്തോട്ട് ഇട്ടിട്ട് ആലപ്പുഴ ഷീസിനെ കണ്ടില്ല. അപ്പൊ അതുകൊണ്ടൊരു പ്രശ്നം. അപ്പൊ സാറ് പറഞ്ഞു എന്തായാലും ഇവിടെയുള്ള പുള്ളി വീട്ടിലെങ്ങനെ പോയിക്കാണോ, അത് പറയാതെ പോയുള്ള കാര്യമില്ല, സാരമില്ല, ഈ റിഹേഴ്സൽ നമുക്കിന്ന് ഡിസ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്പേഴ്സ് ചെയ്ത് എല്ലാവരും പോയി. രാവിലെ ഒരു 10 മണിയായപ്പോൾ ഒരാൾ സാറേ ഇവിടെ കിടപ്പുണ്ട് എന്നെ വന്ന് വിളിച്ചെടുത്തു. അത്രയും വിഷമിക്കുകയാണ് ആർട്ടിസ്റ്റുകൾ ക്യാമ്പിന്. അത് തന്നെയാണ് നമ്മുടെ ജയന്തിരുമനയും ക്യാമ്പിൽ ആർട്ടിസ്റ്റുകളെ വിഷമിച്ച്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നാടകം കളിച്ചു തുടങ്ങുമ്പോൾ ജനമൊന്ന് ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോഴാണ് എന്നെ അന്ന് ഇവരൊക്കെ വിഷമിച്ചത്. വിക്രമുള്ള സാറാണെങ്കിലും ജയതിരുമനാണെങ്കിലും വിഷമിപ്പിച്ചതിന്റെ ഒരു കാര്യം നമുക്ക് ഇവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോ ഇപ്പൊ ഇങ്ങനെ നാടകങ്ങൾ കളിച്ചു വന്ന് രാജൻ പി ദേവ് എന്ന മഹാനടൻ എന്താണ് മറ്റു നാടകം എന്തായിരുന്നു സൂരജ്? അമ്മിണിപുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന നാടകം. അമ്മിണിപുരം ഗ്രാമപഞ്ചായത്തിന്റെ നാടകം ചെയ്യാനായിട്ട്, അത് ഫ്രാൻസിസ് തിരുമാവലിക്കരുടെ നാടകമാണ്. അപ്പൊ നാടകം റിഹേഴ്സൽ ആരംഭിച്ചു. അപ്പൊ ഈ സമയത്ത് രാജൻ പി ദേവിനെ രാജ്മോഹന് കണ്ണ് കാണാൻ പാടില്ല. ശരിക്ക് ഇങ്ങനെ ഒരു മൂടൽ വെച്ച് കാണാൻ പറ്റും, അത്രയോടെ. ഇപ്പൊ എന്റെയൊക്കെ ശബ്ദം കേൾക്കുമ്പോഴേ അനുമോനെ എന്ന് വിളിക്കും. മറ്റു പലരെയും ശബ്ദം കൊണ്ടാണ് പുള്ളി തിരിച്ചറിയുന്നത്. അപ്പൊ ഈ സാഹചര്യത്തില് നാടകത്തിന്റെ നോട്ട്സ് എഴുതി, ഞാൻ നോട്ട്സ് എഴുതിയപ്പോൾ എന്നോട് എന്നും പറയുന്നത്, എടാ അനുമോനെ നീ പൈസയുടെ കാര്യമൊന്നും നീ നോക്കണ്ട, ഗംഭീരമായിട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ ആ വർഷം എന്നോട് പറഞ്ഞ ഒരു ആവറേജ് ചിലവിലൊക്കെ വെച്ചിട്ട് മ്യൂസിക് ചെയ്താൽ മതിയുടെ പോയി എല്ലാം ഒക്കെ തീരുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പോ അതൊരു പോയിന്റ്. അപ്പൊ എനിക്ക് സത്യം അത് കേട്ടപ്പോൾ ഒരു വിഷമമാണ്. അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. റെക്കോർഡിങ് കഴിഞ്ഞു. ഇവിടെ വന്നു. റെക്കോർഡിംഗ് സ്ഥലത്ത് വോയിസ് ഡബ് ചെയ്യാൻ വരും. അനൗൺസ്മെന്റ് എടുക്കാൻ രാജ്മോഹനാണല്ലോ വരുന്നത്. സഫാരി കാറിലാണ് വരുന്നത്. വൈക്കം ഗൗരി സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ്. കാറകത്തോട്ട് കയറി ഡോറ് തുറന്നു കൊടുത്ത് കാലിറങ്ങാൻ നോക്കും, കാല് വലിച്ചു കളയും. നിലം കാണാൻ പറ്റുന്നില്ല. ചവിട്ടാൻ പോകും, കാല് വലിക്കും. ഇങ്ങനെ ഇത് പല ആവർത്തി ആയപ്പം ഞാൻ ചെന്ന് ബലമായി പിടിച്ചിറക്കിയിട്ട് വേണം അനുമനെ കാല് തട്ടാതെ കൊണ്ടുപോണേ എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് നെഞ്ച് പൊട്ടിയാണ് ഞാൻ കൊണ്ടുപോകണം. കാരണം എന്റെ ആത്മസുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരാൾക്ക് കണ്ണ് കണ്ടുകൊടുന്ന് എന്നോട് പറയുമ്പോൾ എന്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. ഞാൻ
പിടിച്ച് വളരെ ബലമായി പിടിച്ച് പടി ചവിട്ടണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നു കൺസോളിൽ ചെന്ന് ഇരുന്നപ്പോ ഉടനെ ഈ എത്ര കണ്ണ് കാണാൻ പാടില്ല, എന്ത് വിഷമാവസ്ഥയാണെന്ന് പറഞ്ഞാലും ഉടൻ തന്നെ വെടി തീർക്കുന്ന പോലെ കോമഡി വരും. എടാ അനിമോനെ മ്യൂസിക് ഒന്ന് കേൾക്കണം, എന്നിട്ട് എനിക്ക് കണ്ണനെ വിളിച്ചൊന്ന് പറയണം, ഈ തോക്കിങ്ങോട്ട് എപ്പിക്കണം, അതിനൊരു തോക്കുണ്ട്, തോക്കെടുപ്പത്തെ വെടിപിട്ടിക്കുന്ന പറയണേ. അപ്പൊ ഞങ്ങളൊക്കെ ചിരിച്ചു, അനൗൺസ്മെന്റ് എല്ലാം എടുത്തു. ഏതോ സഹൃദയരെ എന്നുള്ള അങ്ങനെ ഏതോ ഒരക്ഷരം കിട്ടിയിട്ടില്ല. പുള്ളി ശ്രീധരി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവറുമായിട്ട് അവിടെ നിന്ന് നേരിട്ട് അങ്ങോട്ട് പോവുമായിരുന്നു. ഞങ്ങളിവിടെ പ്രദീപ് റോയ് വന്നപ്പോൾ ഈ അക്ഷരമില്ല. ഈ പ്രദീപിനെ വേറൊന്നുണ്ട്, ഈ ആശാന്റെ കൂടെ നടന്ന് ആ ശബ്ദം ഇച്ചിരി എനിക്കറിയാം. പ്രദീപ് മാത്രം ഞങ്ങൾ ഇത് ചെയ്തെടുത്തു. അപ്പൊ അത് സഹൃദയരെ കിട്ടി. നാടകം വിളിച്ചു. ക്യാമ്പിൽ ചെന്നു. നാടകം ഫൈനൽ റിഹേഴ്സല്. ഇത് പ്രദീപ് റോയ് പറഞ്ഞുള്ള അറിവാണ്, ഞാൻ അന്നില്ല. നാടകം ക്യാമ്പ് കാണാൻ പുള്ളി രാവിലെ വരും എന്ന് പറഞ്ഞു, വരാൻ പറ്റിയില്ല. ഉച്ച കഴിഞ്ഞു, വരാൻ പറ്റില്ല. പിന്നെ പ്രദീപ് റോയ് വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇന്ന് ചേട്ടൻ വന്നില്ലെങ്കിൽ ഈ ക്യാമ്പിൽ ഞാൻ ക്യാമ്പ് പിരിക്കാൻ പറഞ്ഞു. പറ്റി 2 ദിവസം കഴിഞ്ഞ് നാടകം കളിക്കണം. ഉടനെ വന്നു. വൈകുന്നേരമായപ്പോൾ കുടുംബമായിട്ട് വന്ന് നാടകം കണ്ടു. നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി അപ്പൊ എല്ലാവരോടുമായിട്ട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇനി എന്റെ കണ്ണിന് കാഴ്ച കിട്ടില്ല. സത്യം പറഞ്ഞാൽ മണിമായമ്പള്ളി, ആലപ്പി പൊന്നപ്പൻ, അമ്പി കളിക്കുന്നവരെല്ലാവരും പൊട്ടിക്കരയണം അവിടെ നിന്ന്. ആ ക്യാമ്പിൽ ആരൊക്കെ ഉണ്ടോ അവർ മുഴുവൻ നിന്ന് കരയുകയാണ്. എനിക്കിനി കണ്ണു കാണാൻ പറ്റില്ല എന്നൊരു ഇത്രയും വലിയൊരു നടൻ, സിനിമാരംഗം കീഴടക്കിയ ഒരു നടൻ, ഈ നമ്മുടെ തെലുങ്ക്, തമിഴ്, കന്നഡ ഏത് സിനിമയിൽ പോയിട്ടുണ്ടോ അവിടെയൊക്കെ വിജയിച്ച നടൻ പറയാണ്, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്, എനിക്കിനെ കണ്ണിന് കാഴ്ച കിട്ടില്ല. എല്ലാവരും കരഞ്ഞു. എല്ലാവരും പൊട്ടിക്കരഞ്ഞിട്ട് രായ്മോൻ എല്ലാവരും സമാധാനിപ്പിച്ചിട്ട് തിരിച്ചു പോന്നു. അതിനുശേഷം പുള്ളി വീട്ടിലിരിക്കുമ്പോൾ സൂര്യസത്യനും പ്രദീപ് റോയും കൂടെ രായ്മോനെ അച്ഛയുടെ അത്യാവശ്യമായിട്ട് എന്തോ ഒരു നാടകത്തിന്റെ കാര്യം, ഒരു നാടകത്തിൽ എന്തോ ഒരു ചെറിയ തിരുത്തു വേണം, അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രദീപ് ചെല്ലാൻ പറഞ്ഞു. കൂടെ സൂര്യസത്യനും പോയി. അവരവിടെ ചെന്നു. രായനൊരു ഗുണമുണ്ട്, ചെന്നാൽ ഉടനെ അകത്തോട്ട് വിളിച്ച് ചായ പറയും. അപ്പൊ ചായയൊക്കെ കുടിച്ച് ഇവര് സന്തോഷമായിട്ടിരിക്കെടുക്കാം. അപ്പോ ഈ പ്രദീപ് ഫോട്ടോ എടുത്ത് രായ്മോന്റെ, അതാണ് ഇപ്പൊ ക്ലിക്ക് ചെയ്യുന്നേ. എന്നോടാ പോയി ഇത് എന്തിനാടാ ഇപ്പൊ ക്ലിക്ക് ചെയ്യുന്നത്? അപ്പോ പ്രദീപ് പറഞ്ഞു, ചേട്ടാ എന്റെ മറ്റേ ഫോണിലുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ആയി പോകുന്നു. അപ്പൊ ഈ സൂരജൊക്കെ തൊട്ടടുത്തിരിക്കണം. അദ്ദേഹം പറയാണ്, എടാ ഞാനും ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലടാ. സൂരജ് എന്നോട് പറഞ്ഞത്, ഞാൻ അസ്തമിച്ച് ഇങ്ങനെ ഒരു വാക്ക്, അത് സൂരജ് അസ്തമിച്ച അവിടെയല്ല. ഇത് കേട്ട് വിഷമിച്ച് നിന്നെങ്കിലും, വിഷമിക്കാനല്ലേ പറ്റുള്ളൂ, ഇവിടെ കരയേണ്ട കാര്യമൊന്നുമില്ല. കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. സൂരജും പ്രദീപും ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് പിന്നെ അവിടെ വീട്ടിൽ വന്നു. ഏകദേശം ഇവർ പിരിഞ്ഞിട്ടൊരു 4 മണിക്കൂറായി കാണും. 4 മണിക്കൂറായിട്ട് ആ സമയത്ത് ഇവര് കരിമ്പാടത്തുള്ള വടക്കംപറവൂര് സൂരജ് വീട്ടിലെത്തുന്നു. അപ്പോ വിവരം അറിയാണ്, രായ്മോൻ പോയി. നിശ്ചലമായിപ്പോന്നാണ് പറയുന്നത്. കാരണം 3-4 മണിക്കൂർ മുമ്പ് കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആള് സത്യം പറഞ്ഞാൽ ഞാൻ അറിയുമ്പോ, ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് അറിയുന്നത്. എന്നെ പ്രദീപ് റോയെ വിളിച്ച് പറയുന്നു, രായ്മോൻ പോയി. അപ്പൊ വേറൊരു വാർത്തകൾ വന്നു, ചേർത്തലയിലേക്ക് ഒരു കാരണവശാലും രായ്മോനെ കൊണ്ടുവരില്ല.
പിന്നെ ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് വിളിച്ചിട്ട് രാജ്മോഹന്റെ ശവശരീരം ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ ദർശനത്തിന് വെച്ചു. അവിടെ മുതൽ ഞങ്ങളെല്ലാം അതിന് ഇങ്ങനെ പുറകയിൽ വന്ന് ടൗൺ ഹാളിൽ വെച്ചു, എറണാകുളം ടൗൺ ഹാളിൽ വെച്ചു, അങ്കമാലിയിൽ വെച്ചു, അങ്ങനെ ആലുവ ടൗൺ ഹാളിൽ വെച്ചു, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് കറുകുത്തിയിലുള്ള രാജന്റെ ഇപ്പോഴുള്ള വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ സിനിമാ രംഗത്ത് വിനയൻ ഉണ്ട്, ഒരുപാട് സിനിമാക്കാരെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകളിൽ ദുഃഖമിരമ്പി. കരയാത്ത ആരുമില്ല. കാരണം രാവിലെ 8 മണി മുതൽ രാത്രി 11-11:30 വരെ ഞങ്ങൾ ഇരുന്നാൽ ചിരിച്ച് വയറ്റിൽ നീരുമായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ചിരിച്ചിട്ടില്ലാത്തവരാരും അവിടെ വന്നിട്ടില്ല. വന്നവരെല്ലാം കണ്ണീരിലാണ്. രാജ്മോനെ പള്ളിയിൽ അടക്കം ചെയ്ത് വളരെ വിഷമത്തോടെ ഞങ്ങളെല്ലാം പിരിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്നും ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആ രാജന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഇടതുവശത്ത് ഒരു വിങ്ങൽ എനിക്ക് ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഉണ്ടാവില്ല, ആർക്കൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലുമല്ല രാജന്മോഹനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാകാരനും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. സിനിമാ നടന്നുള്ളത് എനിക്ക് മാത്രമല്ല, മനുഷ്യസ്നേഹി. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യർക്ക് ഒരാൾ പോലും ആ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു 10 രൂപ, വീട്ടിൽ എനിക്ക് പണമില്ല, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ 10 രൂപ ചോദിക്കുന്നതിന് 100 രൂപ കൊടുത്തു വിടുന്നത്, ശാന്തമ്മയെ ഒരു 100 രൂപ എടുക്കെന്ന് പറഞ്ഞ് 100 രൂപ എടുത്ത് കൊടുത്തു വിടുന്ന ആളാണ്. അപ്പോ ജീവിതത്തിൽ ഒരാൾ പോലും ഞങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ, ഇപ്പോ ഞങ്ങള് രാജൻ പി ദേവ് കൾച്ചർ പാർക്കിലെ ആളുകൾക്ക് ഹാരിസ്, മുതുകുളം, സാബു, ഹരിദാസ് ചേർത്തല, ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ എന്തു പറഞ്ഞാലും രാജ്മോഹനെ കുറിച്ച് പറയുമ്പോൾ ഒരു തുള്ളി കണ്ണീര് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാകാറുണ്ട്. എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ദുഃഖാവസ്ഥയിലാണെങ്കിലും ഒരു പാട്ടുകൂടെ പാടണമെന്ന് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നിർബന്ധം. മോഹനം. സുമതി വസുമതി സുമതി വസുമതി സുകുമാര കലഹ വിഭജിയും സ്വരം വിടത്തു സപ്തസ്വരം വിടത്തു സുമതി വസുമതി സുകുമാര കലഹ വിഭജിയും സ്വരം വിടത്തു സപ്തസ്വരം വിടത്തു കതിരൊളിച്ചിട്ടോളം കഥ പറഞ്ഞു എന്റെ ഹൃദയ സരോവരം കുളിരണിഞ്ഞു ഹൃദയത്തെ കരിന്തിരിയെരിയുമ്പോഴും എത്ര നിറമുള്ള കിനാവുകൾ ഞാനറിഞ്ഞു ഇതൾ പൊട്ടിച്ചിരിക്കുന്ന ചിലമ്പുമായി നിൽക്കുന്ന ഇണയരയെന്നവേ നീ എവിടെ നീ എനിക്ക് സുശീലൻ വടക്കമ്പറവ് സുശീലനാണ് എന്നോടൊപ്പം എനിക്ക് ഇന്ന് കീബോർഡ് വായിച്ച് എന്നെ സഹായിച്ചത്. ലാലു എടാമല സാനസാറിനോട് കപ്പല വായിച്ചുള്ള ആളാണ്. എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ SS നടന സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് കലാകാരനും കാഥികനും അധ്യാപകനും ഒക്കെ ആയ അക്കാദമി അവാർഡും ഒക്കെ മേടിച്ച സൂര്യസത്യനാണ്. അതുപോലെ എന്നെ വിളിച്ച നമ്മുടെ പയ്യന്നൂർ മുരളിയോട് തീരാത്ത കടപ്പാടുണ്ട്. എനിക്ക് എപ്പോഴും എന്നും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട്. ഞാനൊരു നാടകത്തിന്റെ തീർക്കുകയാണ്, ഒരു നാടകത്തിന്റെ അവസാനം ക്ലൈമാക്സ് ഒരു മ്യൂസിക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഈ കാർത്തിക തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു നാടകം. അപ്പോൾ ഈ നാടകത്തിന്റെ അവസാനം ഇത് എങ്ങനെ തീർക്കണമെന്ന് അറിയാതെ അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ടൈപ്പ് ഒരു മ്യൂസിക് ഉണ്ടാക്കിയിട്ടേക്കാൻ പറഞ്ഞു.
ഒരു ശരിക്കും ജില്ലായിട്ടുള്ള ഒരു മ്യൂസിക് വന്നു. ഞാൻ ജില്ലായിട്ടുള്ള മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്തു വിട്ടു. ഈ റിഹേഴ്സൽ കാണാൻ എന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ ചെല്ലാറുണ്ട്. ഈ നാടകം ചെയ്തു കൊടുത്താൽ എന്താണ് ആ മ്യൂസിക് ചേരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാനായിട്ട് ചെല്ലുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ സമിതിയിൽ ഒരു 4 വാളുണ്ട്. 4 വാളയുണ്ട്. അപ്പോ ഈ 4 വാളിങ്ങനെ വെച്ചിട്ട് ഈ മുരളി ബാക്കിയുള്ളൊരു പുറകിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇങ്ങനെ ലൈനായിട്ട് പുറകിൽ നിൽക്കുന്നു. മുരളി ഈ ഒരു വാളെടുത്ത് ഈ മ്യൂസിക്കിനെ താളത്തിൽ ഈ ഒരു വാള് പുറകോട്ട് കൊടുക്കുന്നു. ആ പുറകോട്ട് പോകുന്ന വാള് ഈ താഴത്തോടെ ഇവിടെ വീണ്ടും വരും. അപ്പൊ വീണ്ടും മുരളി ഇങ്ങനെ കൊടുത്തിരിക്കണം 4 വാള്. അതൊരു 1000 വാളാക്കുകയാണ്. എന്തൊരു പ്രതിഭയാണ് ആ മനുഷ്യൻ. അപ്പൊ സംവിധാന രംഗത്ത് ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് പയ്യന്നൂർ മുരളി. ഇപ്പോ നമ്മളെ അദ്ദേഹവും ഒക്കെ വിഷമത്തിലാണ്. കാരണം ഇപ്പൊ സീരിയലിൽ ഒരുപാട് അഭിനയിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ സീരിയലൊന്നുമില്ല. അപ്പോൾ സീരിയൽ രംഗത്തുള്ളവരും നാടക രംഗത്തുള്ളവരും എല്ലാവരും വളരെ വിഷമസ്ഥിതിയിലാണ്. ഞാൻ പ്രത്യേകിച്ച് നല്ല വിഷമസ്ഥിതിയിലാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നിങ്ങളാരും ചോദിച്ച ചോദ്യത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തതിനോ ഒരു നന്ദി പറയാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് കണ്ട് പറയാനുള്ളൊരു അവസരം കിട്ടിയില്ല. ക്ഷമിക്കണം. നാളെ നേരം വെളുത്താൽ എന്റെ ആദ്യത്തെ ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കമന്റ്സിനെല്ലാം മറുപടി പറയും. നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയും. നിങ്ങളൊക്കെ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിനും സന്തോഷത്തിനുമൊക്കെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ നിർത്തുന്നു. പ്രത്യേകിച്ച് മുരളിയോടും അജയ് ബോസിനോടും ഒക്കെ പറയുന്നു, ഞാൻ നിർത്തുകയാണ്. എനിക്ക് തന്ന ഈ അവസരത്തിൽ നന്ദി പറയില്ല. ഞാൻ നിങ്ങളോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.